ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എങ്ങനെയായിരിക്കും ഇറാന് മെൻ്റലി, അതായത് അവർ മൊറാലിറ്റി എങ്ങനെയാണ് പോകുന്നത്. കാരണം ഇറാൻ ഇസ്രായേലിലോട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി 300+100, അതായത് പ്രോക്സീസ് ഉപയോഗിച്ച വെപ്പൺസും കൂടെ ചേർത്ത്, ക്രൂയിസ് മിസൈൽ, ബാലിസ്റ്റിക് മിസൈൽസ്, പിന്നെ അംബാസഡർ പോലെ പോകുന്ന ഡ്രോൺ, അത് 200 കിലോമീറ്റർ വേഗത മാത്രമുള്ള ഈ ഡ്രോൺ, ഇതൊക്കെ എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഫെയിലിയർ ആകുന്നത്. അപ്പം അതിനെപ്പറ്റി വൈറ്റ് ഹൗസ് പറഞ്ഞിരിക്കുന്നത്, വൈറ്റ് ഹൗസ് അതായത് അമേരിക്കയുടെ ഒഫീഷ്യൽ അവരുടെ പ്രതികരണം വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ഫ്ലോപ്പ് ഷോ എന്നാണ് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് ഇന്ന് അവരുടെ ഹെഡ്ലൈൻസിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ആക്ഷൻ, മിലിറ്ററി ആക്ഷൻ എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയായിരിക്കും. അപ്പം ആ രീതിയിലാണ് അവർ പറയുന്നത്. ലോകത്തിലെ എല്ലാ മീഡിയയും ഇറാനെ വലിച്ചു കീറിയേക്കുകയാണ്. എന്താണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം? അതായത് 2ാം ലോക മഹായുദ്ധത്തിലെ വെപ്പൺസ് അതെടുത്ത് പ്രയോഗിക്കുകയാണ് 2024, അതായത് പുതിയ ഏജിലുള്ള ഒരു രാജ്യത്തിനെതിരെ. അപ്പം എന്തൊക്കെയാണ് സംഭവം, ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾ ഇതിനെ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ യഥാർത്ഥ ധാരണ കിട്ടും. എന്താണ് ഈ പത്രങ്ങൾ, ഗ്ലോബലായിട്ടുള്ള മീഡിയ ഇറാൻ്റെ ആക്ഷനെ പറ്റി പറയുന്നത്? അതേപോലെ വളരെ പരിഹസിച്ചേക്കുകയാണ്. ഇനി അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമുണ്ട്. ഈ ഫ്രാൻസിൽ നിന്നിറങ്ങുന്ന പേർഷ്യൻ, അതായത് ഇറാനിയൻ ലാംഗ്വേജിലുള്ള ഒരു പത്രമുണ്ട്. സീനിയർ ജേർണലിസ്റ്റാണ് നടത്തുന്നത്. അതിൻ്റെ ഡിജിറ്റൽ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു. അത് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറി. കാരണം ഈ പത്രം പിന്തുണയ്ക്കുന്നത് ഗാസയിലുള്ളവരെയും ഇറാൻ്റെ ഇപ്പോഴത്തെ റിഷീം, അതായത് ഭരിക്കുന്നവരെ, അവരെ പാർഷ്യലായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളെയും അതിനെയും പിന്തുണയ്ക്കുന്നത്, ഇസ്രായേലിനെ ഇവർ പൂർണ്ണമായിട്ട് എതിർക്കുന്ന ഒരു പത്രം കൂടിയാണ്. അപ്പോൾ ഈ പത്രത്തിൽ എഴുതിയേക്കുന്ന ഒരു ആർട്ടിക്കിൾ, അതിൻ്റെ എഡിറ്ററാണ് എഴുതിയേക്കുന്നത്. അത് വളരെ ശ്രദ്ധയോട് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം വ്യക്തമായത്. ഞാൻ ഇന്നലെ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെയാണ് ഈ പത്രത്തിനകത്ത് കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ചില ഉദാഹരണം പറയാം. ഈ പത്രം പറയുന്നത്, ഈ ഒരു വാറിന്, അതായത് ഇറാൻ്റെ റിട്ടാലിയേഷൻ, തിരിച്ചടി നടന്ന പ്രഹസനത്തിന് ശേഷം, അതായത് കംപ്ലീറ്റ് ഫെയിലിയറായ പ്രഹസനത്തിന് ശേഷം ഇറാൻ്റെ റിപ്പബ്ലിക് ഗാർഡ്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡിനകത്ത് അടിയായി. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അതായത് സീനിയറായിട്ടുള്ള ഓഫീസേഴ്സ് ചോദിക്കുവാൻ തുടങ്ങി ഇറാനിയൻ അവിടുത്തെ ഭരണാധികാരികളോട്, എന്തിനാണ് ഇത്രയും കാലം പ്രോക്സീസിനെ നമ്മൾ ചുമന്നത്? എന്ത് നയമാണ് ഇതിനകത്ത്? നയത്തിൽ ഇറാൻ എന്ത് നേട്ടമാണ് ഉണ്ടായത്? ഇതാണ് ഇന്നലെ ഞാനത് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. ഇപ്പം പറയുന്നത്, ഇത്രമാത്രം പ്രോക്സീസിനെ സൃഷ്ടിച്ചു, അതായത് ഓരോ വെപ്പൺസും കൊടുത്തു, ബില്യൺസ് ഓഫ് മണി കൊടുത്തു, പണം കൊടുത്തു, ട്രെയിനിങ് കൊടുത്തു, ഇഷ്ടം പോലെ ആയുധങ്ങളും കൊടുത്തു. അതായത് ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ഹൂത്തി ആണെങ്കിലും അൽബാദർ ആണെങ്കിലും ഏകദേശം 12ഓളം ഗ്രൂപ്പുകളുണ്ട്. ഇവർക്ക് ഇത്രയും സാധനങ്ങൾ കൊടുത്തിട്ട് ഇറാൻ എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യം അവിടെ ഭരിക്കുന്ന ഭരണാധികാരികളോട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിൻ്റെ അടി തുടങ്ങുന്നത്. ഇവർക്ക് ഉത്തരവൊന്നുമില്ല. കാരണം ഇറാൻ ഈ പറഞ്ഞ പ്രത്യാക്രമണം നടത്തിയ സമയത്ത് ഇവരോടും പറഞ്ഞ് ഫയർ ചെയ്യാൻ. ഇവരും 200ഓളം റൗണ്ട്സ്, റോക്കറ്റ്സും മിസൈൽസും ഒക്കെ ഫയർ ചെയ്തു. ഇതെവിടെ ചെന്നെത്തി? ഈ ഹമാസ്, അടുത്ത പോയിന്റ് പറയുന്നുണ്ട്, ഹമാസിന് ഇതേപോലെ വെപ്പൺസ് കൊടുത്തു. അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ റിസൾട്ട് എന്തുവാണ്? അതായത് മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഗാസ സ്ട്രിപ്പിനകത്ത് ഇന്നവിടെ താമസിക്കുന്ന ഏകദേശം 17 ലക്ഷത്തോളം പേർക്ക് വീടില്ലാതായി. 35,000 ആളുകൾ മരിച്ചു, നിരപരാധികൾ കൊല്ലപ്പെട്ടു.
എന്ത് പ്രയോജനമുണ്ടായി? ഹമാസ് സംപൂജ്യമായിട്ട് മാറി. കുറച്ച് പേരെ തടവിൽ വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയും പറയുന്നത് അവർ കൊല്ലപ്പെടാനുള്ള സാധ്യത പൂർണ്ണമാണ്. ഈ 40ഓളം ഹോസ്റ്റേജസ് ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ടാണ് ഇവർ ലിസ്റ്റ് കൊടുക്കാത്തത് ഇസ്രായേലിന്. അതുകൊണ്ടാണ് ഫർദറായിട്ട് ടോക്സ് എല്ലാം ഫെയിലിയർ ആകുന്നത്. ഇതൊക്കെ ഈ പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളാണ്. അതേപോലെ ഹൂത്തികൾ ഏകദേശം 5-6ഓളം വർഷങ്ങൾ സൗദി അറേബ്യയോടും UAE-യോടും ഫൈറ്റ് ചെയ്തു. കറക്റ്റാണ്. പക്ഷെ അമേരിക്കയും UK-യും അവർ ഈ ഹൂത്തികൾ 1.5 മാസം കൊണ്ട് നിശബ്ദമാക്കി. ഇനി അവരുടെ വെപ്പണുണ്ടോ, അവരെങ്ങനെ ഫൈറ്റ് ചെയ്തു ആർക്കും അറിയത്തില്ല. അപ്പം എന്തിനാണ് ഇതേപോലെയുള്ള ഭീകര ഗ്രൂപ്പുകൾക്ക് ഈ വെപ്പൺസും ഈ സാധനങ്ങളെല്ലാം കൊടുത്ത് പണവും കൊടുത്തിട്ട് ഇറാൻ എന്ത് പ്രയോജനമുണ്ടായി? ചോദ്യമാണ് ഈ സംഭവം. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. കാരണം ഇറാൻ്റെ മൊറാലിറ്റി ഭയങ്കരമായിട്ട് തകർന്നു പോകും. പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ ഗാർഡ്സ്, ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ഗാർഡ്സ്. അതേപോലെ ഈ പത്രം തന്നെയാണ് കോട്ട് ചെയ്തേക്കുന്നത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് ഇറാനിയൻ ഗവൺമെൻറ് അമേരിക്കയോട് ഒഫീഷ്യലായിട്ട് ബാക്ക് ഡോറിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞു, ഇനി അവർ തൽക്കാലത്തേക്ക്, അതായത് സസ്പെൻഡ് ചെയ്തു, ഇതേപോലെയുള്ള പ്രോക്സീസിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. പേടിച്ചു. ഇതാണ് ഞാൻ പറയുന്നത്, ഭയമുണ്ടായി മെന്റലി. രണ്ടാമത് ഈ പത്രത്തിനകത്ത് പറയുന്നത്, മനസ്സിലാക്കുക, ഇറാനിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, ഗാസയെ സപ്പോർട്ട് ചെയ്താണ്, ഇസ്ലാമിക് വേൾഡിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു പത്രമാണ്. രണ്ടാമത് അവിടെയുള്ള ജനറൽമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇറാന് പുറത്തോട്ട് പോകരുത്, എപ്പോഴാണ് ഇസ്രായേൽ അടിക്കുന്നത് പറയാൻ പറ്റത്തില്ല. കാരണം അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഇവർ ഈ പറയുന്ന പ്രോക്സീസുമായിട്ട് ഇനി തൽക്കാലത്തേക്ക് അവർ ബന്ധപ്പെടാൻ പോകുന്നില്ല. അപ്പൊ എവിടുന്ന് ഗെയിം അങ്ങോട്ട് പോയി? വളരെ സിമ്പിളാണ്, നമ്മൾ ആലോചിച്ച് നോക്ക്. ഏകദേശം 18ഓളം സീനിയർ ജനറൽമാരും കമാൻഡേഴ്സും ഉൾപ്പെടെ റിപ്പബ്ലിക്കൻ ഗാർഡിന്റെ സീനിയേഴ്സിനെയാണ് കൊന്നേക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണ് ഇവർ കൊല്ലപ്പെട്ടത്? 257 ഹിസ്ബുള്ള സീനിയേഴ്സും കമാൻഡേഴ്സുമാണ് കൊല്ലപ്പെട്ടത്. എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു? ഇതാണ് സിമ്പിൾ ചോദ്യം. ഇതിൽ ആരാണ് നേട്ടമുണ്ടാക്കിയത്? ഇവിടെയാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്, നേരിട്ടടിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ള അടി ലിറ്ററലി അങ്ങ് കയറും. അതേപോലെ തന്നെ ഇറാൻ്റെ അകത്ത് അവിടുത്തെ ജനറൽസിനും ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനോടും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വെറുതെ പുറത്തിറങ്ങി നടക്കരുത്, എന്തും സംഭവിക്കാം. കാരണം അവരുടെ രാജ്യത്ത് അവരുടെ ജനറൽമാർക്ക് പുറത്തിറങ്ങി നടക്കാൻ റെസ്ട്രിക്ഷൻ കൊടുത്തു, ഭയന്നു. അതാണ് ഈ പറയുന്ന മെന്റൽ ഫിയർ. അതായത് അടിക്കും, അടി കിട്ടും, എന്നെ കൊല്ലും, നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, കാരണം അവർക്കത് സൂചന കിട്ടി, കാരണം ഇത്രയും പേരെ കൊന്നു, ഇനി ഇവരെയും കൊല്ലാം, എന്ത് സംഭവിക്കാം. അവിടെയാണ് ഇറാനിയൻ ഗവൺമെന്റ് പെട്ടുപോയത്. കാരണം ഇത്രയും നാളും പറഞ്ഞ് അവർ റിട്ടാലിയേഷൻ നടത്തും, അത് നടത്തും, ഇത് നടത്തും. അത് കംപ്ലീറ്റ് ഒരു ഫ്ലോപ്പ് ഷോ ആയി മാറി. ആകെ 2 ബോംബെങ്ങാണ്ട് ചെന്ന് വീണത്. അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായെന്നും എല്ലാവർക്കും അറിയാം. അതായത് ഇതിപ്പോൾ ലോകം മുഴുവൻ ഇത് എക്സ്പോസ് ചെയ്തു, ഇറാൻ ഒന്നുമല്ല. അത് ആ പത്രത്തിനകത്തൊരു കോട്ടുണ്ട്, ഒരു മെർസിഡസ് ബെൻസും, അതായത് 2023 ഇറങ്ങിയ ഒരു മെർസിഡസ് ബെൻസ്, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി കാറും, 1950 ഒരു കാറും റേസ് നടത്തുന്നു. റേസ് നടക്കുമ്പോൾ ഈ ബെൻസ് എവിടെ പോകുന്നു? 50 ഇറങ്ങിയ കാറ് എവിടെ പോകും? അതായത് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇന്ത്യയിലെ പഴയ 50കളിൽ ഇറങ്ങിയ അംബാസഡർ കാറും 2024 ഇറങ്ങുന്ന ബെൻസും കൂടെ ഹൈവേയിൽ കൂടെ റേസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് ബേസിക്കലി ആ വാറിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഈ ഇസ്രായേലിൻ്റെ ഡിഫെൻസീവിനെ പറ്റി ലോകം മുഴുവനും വാഴ്ത്തുന്നു. പെട്ടെന്ന് അതിൻ്റെ എക്യുപ്മെൻസിന് ഈ സാധനം ഡിമാൻഡ് കൂടുന്നു. ആരോ സിസ്റ്റത്തിനാണെങ്കിലും അവരുടെ ഡോം 5 എന്ന് പറയുന്ന സംഭവമാണെങ്കിലും ഡേവിഡ് സ്ലിംഗ്, ഇതിനൊക്കെ ഡിമാൻഡ് വല്ലാതെ അങ്ങ് കൂടുന്നു. കാരണം വെൽ എക്യുപ്ഡ് ആണ്, എയർ ഡിഫെൻസീവ് സിസ്റ്റം വളരെ പ്രോപ്പറാണ്, ഇതിന് ഡിമാൻഡ് കൂടുന്നു. ആരാണ് ഉണ്ടാക്കി കൊടുത്തത്? ഇറാൻ.
വെറുതെ ഇരുന്നിടത്ത് ഈ സാധനം പാട്ട സാധനം കൊണ്ട് ചൊറിയാൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ അത് വെച്ച് അടിച്ചിട്ടു. അതിൻ്റെ ഡിമാൻഡ് കൂടി, ഹൈപ്പ് കൂടി. പിന്നെ മറ്റൊന്ന് ഇതിനകത്ത് പറയുന്നത്, ഇതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം ഇറാന് തന്നെയാണ്. കാരണം ജോർദാൻ എന്ന് പറയുന്നത് ഗാസയും ഇസ്ലാമിക രാജ്യങ്ങളെയും പാലസ്തീൻകാരെ സപ്പോർട്ട് ചെയ്തിരുന്ന രാജ്യമാണ്. അതേപോലെ തന്നെ സൗദി അറേബ്യയും ഈ പറയുന്ന ഗാസയാണെങ്കിലും ഇറാനുമായിട്ട് ഡിപ്ലോമാറ്റിക് മിഷനും അത് പാലസ്തീൻകാരെ സപ്പോർട്ട് ചെയ്ത രണ്ട് രാജ്യങ്ങളും ഇറാനിൽ നിന്ന് വന്ന വെപ്പൺസിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഈ രണ്ട് രാജ്യങ്ങളും അവരുടെ വെപ്പൺസ് ഉപയോഗിച്ചു. അമേരിക്ക കൊടുത്ത വെപ്പൺസ്. അതിൽ ആർക്കാണ് നേട്ടമുണ്ടായത്? ഡിപ്ലോമാറ്റിക്കലി, സ്ട്രാറ്റജിക്കലി ഇസ്രായേലിന് നേട്ടമുണ്ടായി. ഇസ്രായേലിലോട്ട് വരുന്ന മിസൈലുകളെയും ഡ്രോൺസിനെയും തടഞ്ഞ രണ്ട് രാജ്യങ്ങളായി, ഇസ്ലാമിക രാജ്യങ്ങളായി മാറി. ഇവിടെ ആരുടെയാണ് ഫെയിലിയർ? ആ പത്രം ചോദിച്ച എൻ്റെ ചോദ്യം കറക്റ്റാണ്. ആരുടെയാണ് ഫെയിലിയർ? ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവർ പ്രോക്സീസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. അമേരിക്കയോട് പറയുന്നു, ഞങ്ങൾ ഇനിയും പ്രോക്സീസിനെ സഹായിക്കത്തില്ല, കുറച്ച് നാളത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അവരുടെ തന്നെ സയന്റിസ്റ്റുകളെയും അതേപോലെ തന്നെ മിലിറ്ററിയുടെ ജനറൽമാരോടും പറഞ്ഞു, ഇനി നിങ്ങൾ തൽക്കാലം എവിടെയും ട്രാവൽ ചെയ്യണ്ട, സ്വന്തം വീട്ടില്, സ്വന്തം സിറ്റിയില്, സ്വന്തം രാജ്യത്ത്. അപ്പൊ എവിടെ പോയി ഇവരുടെ മൊറാലിറ്റി? വല്ലാത്ത ചോദ്യമാണ്. ഈ ചോദ്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ആ പേർഷ്യൻ പത്രത്തിൻ്റെ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഇത് കണ്ടത്. എൻ്റെ ഒരു സുഹൃത്ത് അയച്ചിരുന്ന ഒരു ജേർണലിസ്റ്റ്. ഇതിൽ നിന്ന് എന്തുവാണ് മനസ്സിലാക്കുന്നത്? അതായത് ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോ അതേപോലെ തന്നെ ഇറാനിൽ സംഭവിക്കുന്നു. അതായത് ഇറാനിലുള്ള വലിയൊരു സമൂഹം, കാരണം ആദ്യത്തെ ദിവസം അവിടെ പ്രകടനമൊക്കെ നടത്താൻ അവിടെ ഇവിടെയൊക്കെ പോയി. പക്ഷെ പിന്നീടുണ്ടായത്, കാരണം ഓരോ ദിവസം കഴിയുമ്പോൾ കാര്യങ്ങൾ വളരെ കൃത്യവും വ്യക്തമായിട്ട് വരുന്നു. അതായത് ഇറാനിയൻ ഫോഴ്സ് എന്ന് പറയുന്നത് വെറും പടക്കമാണ്. അവരുടെ കയ്യിലിരിക്കുന്ന വെപ്പൺസും ആയുധങ്ങളും എല്ലാം എക്സ്പയറി കഴിഞ്ഞ ആർക്കും, കാരണം ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. 200 കിലോമീറ്റർ ദൂരത്തിൽ സ്പീഡുള്ള ഡ്രോൺസിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. ഇതും കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റും? അതായത് അറേബ്യൻ ലോകത്ത് ഒരു ശക്തിയായി വന്നുകൊണ്ടിരുന്ന ജനങ്ങൾ, കാരണം മാറിക്കൊണ്ടിരുന്ന, അങ്ങനെയാണ് പത്രങ്ങളും ഒക്കെ എഴുതിയത്. മലയാള പത്രങ്ങൾ, ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ എഴുതി. അത് പെട്ടെന്നാണ് താപ്പോട്ട് നിന്ന് ഫ്ലോപ്പ് ഷോ ആയി മാറിയത്. കാരണം ഇനി ആരും കയറി ചൊറിയും, ആ രീതിയിലോട്ടാണ് ഈ സംഭവം മാറിയത്. ഇതാണ് ഇറാന്റെ നയം കൊണ്ട് ഇറാന് കിട്ടിയ ഏറ്റവും വലിയ അടി എന്ന് ഈ പത്രത്തിൽ പറയുന്നത്.